بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين الفائزين برضا الله. اللهم صل على رسولك سيدنا محمد وعلى آله وأصحاب سيدنا മുഹമ്മദ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, പരിശുദ്ധ റമദാൻ നമ്മളിലേക്ക് സമാഗതമായിരിക്കുകയാണ്. പരിശുദ്ധ റമദാനിൽ നാം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ധാരാളം പ്രതിഫലങ്ങൾ ലഭിക്കുന്നതാണ്. ഒരുപാട് നിസ്കാരങ്ങളും മറ്റുള്ള കർമ്മങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ട് സംശുദ്ധരാകാൻ വേണ്ടിയിട്ട് നാം ഓരോരുത്തരും ശ്രമിക്കുക. ഈ റമദാനിൽ പ്രത്യേകമായ നിസ്കാരമാണ് തറാവീഹ് നിസ്കാരം. ഈ നിസ്കാരം വളരെ ഹ്രസ്വമായിട്ട് ഞാൻ അവതരിപ്പിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധാപൂർവം കേൾക്കുകയും അത് പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യണമെന്ന് സാന്ദർഭികമായിട്ട് ഞാൻ അറിയിക്കുകയാണ്. പരിശുദ്ധ റമദാനിൽ മാത്രം പ്രത്യേകതയുള്ള ഒരു സുന്നത്ത് നിസ്കാരമാണ് തറാവീഹ് നിസ്കാരം. 20 റക്അത്താണ് ഈ തറാവീഹ് നിസ്കാരം. ഈ തറാവീഹ് നിസ്കാരം എല്ലാവരും നിർവഹിക്കേണ്ടതാണ്. വീട്ടിലുള്ള സ്ത്രീകളാണെങ്കിൽ അവർ 2 3 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുണ്ടെങ്കിൽ അവർ അവിടെ വെച്ച് ജമാഅത്ത് നിസ്കരിക്കാം. ഇനി ഒറ്റക്കാണെങ്കിലും സഹോദരിമാർക്ക് വീട്ടിൽ വെച്ചിട്ട് നിസ്കരിക്കാവുന്നതാണ്. 20 റക്അത്ത് എല്ലാ 2 റക്അത്തിലും സലാം വീട്ടിക്കൊണ്ടാണ് നിസ്കരിക്കേണ്ടത്. ഇതിൻ്റെ സമയം നമുക്കറിയാം. ഇശ നിസ്കാരം മുതൽക്ക് ഇശ നിസ്കാരത്തിൻ്റെ ശേഷം സുബഹി നിസ്കാരം വരെയാണ് ഈ തറാവീഹിൻ്റെ സമയം. എന്നാൽ ഇശ നിസ്കാരം കഴിഞ്ഞ് ഉടനെ നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. തറാവീഹ് നിസ്കാരം ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരമാണ്. സുന്നത്ത് നിസ്കാരങ്ങളിൽ ജമാഅത്ത് സുന്നത്തുള്ളതുണ്ട്, സുന്നത്തില്ലാത്തതുമുണ്ട്. എന്നാൽ ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരമാണ് തറാവീഹ് നിസ്കാരം. ഒറ്റക്കും നിസ്കരിക്കാവുന്നതാണ്. ഈ നിസ്കാരം എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്? വളരെ വ്യക്തമായിട്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, സാധാരണ നിസ്കാരങ്ങൾ പോലെ തന്നെ നാം നിയത്ത് വെച്ചുകൊണ്ട് തുടങ്ങേണ്ടതാണ്. ഏത് കർമ്മങ്ങൾക്കും നിയത്ത് നിർബന്ധമാണ്. അപ്പോൾ നിയത്ത് ചെയ്യേണ്ടത് ഉസല്ലി സുന്നത്ത തറാവീഹ് റക്അത്തൈനി ലില്ലാഹി തആല. സുന്നത്തായ തറാവീഹ് നിസ്കാരം അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നു. ഇമാമുണ്ടെങ്കിൽ മാൽ ഇമാമി എന്ന് പറയുക, ഇമാമിനോട് കൂടെ എന്ന്. അങ്ങനെ സാധാരണ പോലെ തക്ബീർ ചൊല്ലി കൈ രണ്ടും ഇവിടെ വെക്കുക. പിന്നെ നാം സാധാരണ നിസ്കാരത്തിൽ ചെയ്യേണ്ടതുപോലെ വജ്ജഹ്തു വജ്ഹിയ ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫ മുസ്ലിമ എന്ന് തുടങ്ങുന്ന ആ വജ്ജഹ്തു നാം ഓതേണ്ടതുണ്ട്. അതിന് പകരമായിട്ട് അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി എന്ന് ചൊല്ലിയാലും ആ ദുആഉൽ ഇഫ്തിതാഹിന് മതിയാകുന്നതാണ്. അങ്ങനെ അത് ചൊല്ലിയതിൻ്റെ ശേഷം സൂറത്തുൽ ഫാത്തിഹ ഓതുക. അതിൻ്റെ ശേഷം സൂറത്ത് ഓതുക. ഓരോ റക്അത്തുകളിലും നീട്ടി ഓതാൻ കഴിയുന്നവരാണെങ്കിൽ ഏറ്റവും ഉത്തമം അതായിരിക്കും. വളരെ സുദീർഘമായിട്ട് നിസ്കരിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അങ്ങനെ ധാരാളം ഖുർആൻ ഓതിക്കൊണ്ട് നിസ്കരിക്കാം. ഇനി സൂറത്തുകൾ കുറച്ചേ അറിയുമെങ്കിൽ ആ സൂറത്തുകൾ ആവർത്തിച്ച് മറ്റുള്ള റക്അത്തുകളിലൊക്കെ ഓതിയാലും മതിയാകുന്നതാണ്. അങ്ങനെ സൂറത്ത് ഓതി റുക്കൂ ചെയ്യുക, ഇഅ്തിദാൽ ചെയ്യുക. സാധാരണ മറ്റുള്ള നിസ്കാരമുള്ളതുപോലെ റുക്കുവും സുജൂദും ഇഅ്തിദാലും ഇടയിലിരുത്തവും അതിൽ ചൊല്ലുന്ന ദിക്റുകളൊക്കെ ചൊല്ലുക. അങ്ങനെ സുജൂദ് പൂർത്തിയായി 2ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് കൈവച്ച് വീണ്ടും ഫാത്തിഹ സൂറത്ത് ഓതുക. അങ്ങനെ മറ്റുള്ള സാധാരണ നിസ്കാരം പോലെ തന്നെ റുക്കുവും സുജൂദൊക്കെ ചെയ്ത് പിന്നീട് അത്തഹിയാത്ത്
അത്തഹിയാത്തിന് വേണ്ടി ഇരിക്കുക. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് അത്തഹിയാത്തും ഇതുപോലെ അത്തഹിയാത്ത് ആദ്യം മുതൽ അവസാനം വരെ ചൊല്ലേണ്ടതുണ്ട്. അപ്പം അത്തഹിയാത്ത് മുഴുവനും ഓതി ഒരുപാട് സമയം ദീർഘിക്കുമെങ്കിൽ തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹി അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇബ്രാഹിമിയ സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അതുവരെ ചൊല്ലുക. എന്നിട്ട് അതിന് ശേഷമുള്ള പ്രാർത്ഥന അല്ലാഹുമ്മ ഗഫിർലി മാ ഖദ്ദംതു എന്നുള്ളത് തുടങ്ങുന്നതിൻ്റെ അവസാനം മുതൽക്ക് തുടങ്ങുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ എന്ന് പറഞ്ഞുകൊണ്ട് സലാം വിട്ടുക. അങ്ങനെ ചെയ്താലും ആ അത്തഹിയാത്തിൻ്റെ പ്രാർത്ഥന നമുക്ക് ലഭിക്കുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 2 റക്അത്ത് പൂർത്തിയാകുമ്പോൾ ഈ രീതിയിൽ 20 റക്അത്ത് നാം ഇതുപോലെ നിസ്കരിക്കുക. ഇങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഈ തറാവീഹ് നിസ്കാരം 20 പൂർത്തിയായി. നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് തറാവീഹ് നിസ്കരിക്കുമ്പോൾ നിസ്കാരങ്ങൾക്കിടയിൽ ചെല്ലുന്ന ദിക്റുകളുണ്ട്. അതും ഇവിടെ പറയേണ്ടതാണ്. 4 റക്അത്ത് നിസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ സല്ലു അലൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ വ ആലിഹി എന്ന് പറഞ്ഞുകൊണ്ട് നബിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലാറുണ്ട്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി 3 പ്രാവശ്യം ചൊല്ലാറുണ്ട്. എന്നിട്ട് ആദ്യത്തെ 10 ആണെങ്കിൽ അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ അത് 3 പ്രാവശ്യം ചൊല്ലുക. അങ്ങനെ എല്ലാ 4 റക്അത്തുകൾക്കിടയിലും ഇതുപോലെ ചൊല്ലാറുണ്ട്. അത് രണ്ടാമത്തെ 10-ലാണെങ്കിൽ ഈ സ്വലാത്ത് ചൊല്ലിയതിന് ശേഷം അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന് ചൊല്ലുക. അങ്ങനെ മൂന്നാമത്തെ 10-ന് ശേഷമാണെങ്കിൽ ഈ സ്വലാത്ത് ചൊല്ലണം. അതോടൊപ്പം അല്ലാഹുമ്മ ഇഅ്തിഖ്നി മിനൻ നാർ വഅദ്ഖിലിൽ ജന്നത്തി യാ റബ്ബൽ ആലമീൻ അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നുള്ള ദിക്റും നാം ചൊല്ലുക. ഇങ്ങനെ നിസ്കാരങ്ങൾക്കിടയിൽ തറാവീഹ് നിസ്കാരങ്ങൾക്കിടയിൽ ഇങ്ങനെ സ്വലാത്തുകളും മറ്റുള്ളതൊക്കെ പല സ്ഥലങ്ങളും ചൊല്ലാറുണ്ട്. നമ്മൾ അത് ചൊല്ലുക. അങ്ങനെ തറാവീഹ് പൂർത്തിയായി കഴിഞ്ഞാൽ ആ തറാവീഹിന് ശേഷം ദുആ ചെയ്യുക. അല്ലാഹുമ്മ ഇന്നലക ഫീ കുല്ലി ലൈലത്തിൻ മിൻ ലയാലി ശഹ്രി റമളാന ഉതഖാഅ വതുലഖാഅ വഖുലസാഅ വഉമനാഅ മിനൻ നാർ വജഅൽനാ മിൻ ഉതഖാഇക വതുലഖാഇക വഖുലസാഇക وأمنائك من النار وجعلنا يا إلهنا يا الله يا الله يا الله من السعداء المقبولين ولا تجعلنا من الأشقياء المطرودين എന്നുള്ള പ്രാർത്ഥന കൊണ്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ 20 റക്അത്ത് പൂർത്തിയായി കഴിഞ്ഞാൽ 3 റക്അത്ത് വിത്റും നിസ്കരിക്കാവുന്നതാണ്. 3 റക്അത്ത് വിത്ർ നമുക്കറിയാം. വിത്ർ നിസ്കാരം 11 റക്അത്താണ്. ഏറ്റവും ചുരുങ്ങിയത് 1 റക്അത്ത്, അതിൻ്റെ ഇടയിലുള്ളത് 3 റക്അത്ത്. 3 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ നാം സാധാരണ നിസ്കാരം പോലെ നിയ്യത്ത് വെച്ച് സുന്നത്തായ വിത്ർ നിസ്കാരം 2 റക്അത്ത് അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നു നിയ്യത്ത് വെക്കുക. നാം തക്ബീർ ചൊല്ലുക. പിന്നെ ദുആ ഇഫ്തിതാഹ് സൂറത്തുൽ ഫാത്തിഹ. അതിനുശേഷം സുന്നത്തായ സൂറത്ത് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്ന് പറയുന്ന സൂറത്തുൽ അഅല, ആ സൂറത്താണ് ഓതേണ്ടത്. രണ്ടാമത്തെ റക്അത്തിൽ സൂറത്ത് ഫാത്തിഹ കഴിഞ്ഞതിന് ശേഷം യാ അയ്യുൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ എന്ന് തുടങ്ങുന്ന സൂറത്താണ് ഓതേണ്ടത്. പിന്നെ മൂന്നാമത്തെ റക്അത്ത് 1 റക്അത്ത് സ്വന്തമായിട്ടാണ് നിസ്കരിക്കേണ്ടത്. സുന്നത്തായ വിത്ർ നിസ്കാരം 1 റക്അത്ത് അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നെന്ന് നിയത്ത് ചെയ്യുക. സാധാരണത്തെ പോലെ സൂറത്ത് ഫാത്തിഹയും അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്തുൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, സൂറത്തുൽ നാസ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഈ സൂറത്തും ഓതിയിട്ട് ആ റക്അത്ത് പൂർത്തിയായി സലാം വീട്ടുക. എന്നിട്ട് അതിൻ്റെ ശേഷം നാം പറയേണ്ടത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിദാക മിൻ സുഖ്തിക വബിമുആഫാതിക മിൻ ഉഖൂബതിക വബിക മിൻക ലാ ഉഹ്സി സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക ഫലക്കൽ ഹംദു ഹത്താ തർദ. اللهم ربنا تقبل منا صلاتنا وصيامنا وركوعنا وسجودنا وتضرعنا وتمم تقصيرنا واستجب دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم
എന്നുള്ള പ്രാർത്ഥനയും നമുക്ക് നടത്താവുന്നതാണ്. അങ്ങനെ ആവുമ്പോൾ 3 റക്അത്ത് വിത്റും നിസ്കരിച്ച് പൂർണ്ണമാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധ റമദാനിൽ വളരെ പുണ്യമുള്ള ഈ മാസത്തിൽ, ഒരുപാട് പ്രതിഫലങ്ങൾ ലഭിക്കുന്ന ഈ മാസത്തിൽ എല്ലാവരും തറാവീഹ് നിസ്കരിക്കണം. ആ തറാവീഹ് നിസ്കാരത്തിൻ്റെ ചുരുങ്ങിയ രീതിയാണ് ഞാൻ വിശദീകരിച്ചിട്ടുള്ളത്. എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സൂചിപ്പിക്കുക. പിന്നീട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ അവതരിപ്പിക്കാവുന്നതാണ്. എല്ലാവരും വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നവരാണെങ്കിൽ, ഒരാളാണെങ്കിൽ ഒറ്റക്ക് നിസ്കരിക്കാം. സഹോദരിമാർ 1, 2, 3 അതിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ ഒരാൾ ഇമാമായി ജമാഅത്തായി നിസ്കരിക്കാവുന്നതാണ്. ഈ തറാവീഹ് നിസ്കാരം വലിയ പുണ്യമുള്ള നിസ്കാരമാണ്. എല്ലാവരും പരിശുദ്ധ റമദാനിൽ 30 ദിവസവും അത് പൂർണ്ണമായിട്ട് നിസ്കരിക്കാൻ വേണ്ടി ഓരോരുത്തരും പ്രതിജ്ഞ എടുക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കർമ്മങ്ങൾ നിർവഹിക്കാനും പരിശുദ്ധ റമദാനിനെ അതിൻ്റെതായ രീതിയിൽ വരവേൽക്കാനും ആദരിക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.